ഓം ശാന്തി 15/1/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളെ സ്വച്ഛബുദ്ധിയാക്കുന്നതിന്. എപ്പോൾ സ്വച്ഛബുദ്ധിയാകുന്നുവോ അപ്പോഴേ നിങ്ങൾക്ക് ദേവതയാകാൻ സാധിക്കുള്ളൂ. ബാബ വന്നിരിക്കുന്നത് നമ്മളെ സ്വച്ഛബുദ്ധിയാക്കുവാനാണ്. ബുദ്ധിയുടെ അഴുക്ക് എന്താണ്? അത് സംശയമാണ്. ഏതെല്ലാം കാര്യത്തിലാണ് സംശയം വരുന്നത്? ഏറ്റവും മുഖ്യമായി വരുന്നത് സ്വയം തന്നിലാണ്. രണ്ടാമത് ഭഗവാനിൽ. മൂന്നാമത് ഈ ജീവിതത്തിൽ, അതായത് ഡ്രാമയിൽ. നാലാമത് തനിക്ക് ചുറ്റുമുള്ളവരിൽ, ബന്ധുമിത്രാദികളിൽ. ഇങ്ങനെ സംശയം വന്ന് നാം തികച്ചും തുച്ഛബുദ്ധി ആയിരിക്കുകയാണ്. ഇപ്പോൾ ബാബ വന്ന് ജ്ഞാനം നൽകി ഈ അശുദ്ധതയെ മാറ്റിയെടുക്കുകയാണ്. ബുദ്ധിയെ സ്വച്ഛവും ശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ബാബ സ്വച്ഛബുദ്ധിയാക്കുന്നത് പഠിത്തത്തിലൂടെയാണ്. ആരാണോ ഇപ്രകാരം പഠിത്തത്തിലൂടെ സ്വച്ഛബുദ്ധിയാകുന്നത് അവർക്ക് മാത്രമേ ദേവീ ദേവതയാകാൻ സാധിക്കുന്നുള്ളൂ. ചോദ്യം: ഈ ഡ്രാമയിലെ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ പദ്ധതി ഏതാണ്? അതിൽ നിന്ന് ബാബയ്ക്കും മാറാൻ സാധിക്കില്ല. ഉത്തരം: ഓരോ കൽപ്പത്തിലും ബാബയ്ക്ക് തൻ്റെ കുട്ടികളുടെ അടുക്കൽ വരിക തന്നെ വേണം. പതീതരും ദുഃഖിതരുമായ കുട്ടികളെ സുഖിയാക്കി മാറ്റുക തന്നെയാണ് ഈ ഡ്രാമയിലെ പദ്ധതി. ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ ബന്ധനത്തിൽ നിന്ന് ബാബയ്ക്കും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. ഡ്രാമയിലുള്ള ഒരു പ്ലാനാണ്. എല്ലാ ആത്മാക്കളും പതിതരും ദുഃഖിതരുമാകുമ്പോൾ ഭഗവാൻ സൃഷ്ടിയിലേക്ക് വന്ന് അവരെ പവിത്രമാക്കി മാറ്റിയെടുക്കുക, സുഖിയാക്കുക എന്നത്. ഇത് ഡ്രാമയിലുള്ള ഒരു തനതായ പദ്ധതി തന്നെയാണ്. ഈ പദ്ധതിയിൽ നിന്ന് ബാബയ്ക്കും ഒരിക്കലും ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധിക്കില്ല. എല്ലാവരും പതീതമാകണം എന്നതുമുണ്ട്. പതീതത്തിൽ നിന്ന് പാവനമാക്കുവാൻ ഭഗവാന് വരണം എന്നതും പദ്ധതിയിലുള്ളതാണ്. ആർക്കാണോ ഈ ഡ്രാമയെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് മാത്രമേ ഈ പദ്ധതിയെക്കുറിച്ചും അറിയാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ ചോദ്യം: പഠിപ്പിക്കുന്ന ബാബയുടെ മുഖ്യ പ്രത്യേകത എന്താണ്? ഉത്തരം: ബാബ വളരെ നിരഹങ്കാരിയായി പതീത ലോകത്തിൽ, പതീത ശരീരത്തിൽ വരുന്നു. ബാബ ഈ സമയം നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. പിന്നെ നിങ്ങൾ ദ്വാപരത്തിൽ ബാബയ്ക്കായി സ്വർണത്തിൻ്റെ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു. ഏറ്റവും ഉയർന്ന സർവാത്മാക്കളുടെയും പിതാവായ ബാബയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ബാബയിലുള്ള ഏറ്റവും വിശേഷപ്പെട്ട പ്രത്യേകതയാണ് ബാബ നിരഹങ്കാരിയായാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ പഠിച്ച് പാസ്സായി ദേവതയായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ദേവതകൾക്ക് ഈ ലോകത്തിലേക്ക് ഒരിക്കലും വരേണ്ട. കാരണം ഈ ലോകം ദുഃഖധാമമാണ്. ഒരിക്കലും ദേവീ ദേവതമാർക്ക് ഈ പതിതവും ദുഃഖവും നിറഞ്ഞ ലോകത്തിൽ കാൽ വയ്ക്കേണ്ട ഗതികേട് വരുന്നില്ല. അതായത് ദേവീ ദേവതമാർ അത്രയും പവിത്രരാണ്. അതിനാൽ അവർക്ക് ഇങ്ങനെ ഒരു പാർട്ടേ ഇല്ല. എന്നാൽ ദേവീ ദേവതകളെക്കാളും പവിത്രമായ എവർ സതോപ്രധാനമായിരിക്കുന്ന ശിവബാബ ഈ പതീത ലോകത്തിൽ, പതീത ശരീരത്തിൽ വന്ന് ക്ഷമയോടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. നമ്മൾ കുട്ടികൾ പലതരത്തിൽ പഠിക്കുന്നവരാണ്. എന്നിട്ടും ആ ക്ഷമ നിലനിർത്തിക്കൊണ്ട് നിരഹങ്കാരിയായി നമ്മൾ ഓരോരുത്തരെയും സ്വർഗത്തിൻ്റെ അധികാരി ആക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. ബാബ ഒരിക്കലും കുട്ടികളുടെ മേലുള്ള ആശ കൈവിടുന്നില്ല. ആ ആശ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അവസാന സെക്കൻഡ് വരെയും ബാബ പഠിപ്പിക്കുന്നു. ഇങ്ങനെ പഠിപ്പിച്ച് നമ്മെ ദേവീ ദേവതയാക്കി മാറ്റി
പിന്നെ സത്യയുഗത്തിലേക്ക് അയക്കുന്നു. സത്യത്രേതായുഗങ്ങൾക്ക് ശേഷം ദ്വാപരയുഗം വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ബാബയ്ക്കായി സ്വർണത്തിന്റെ തന്നെ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു, ധനം വാരിക്കോരി ചെലവഴിക്കുന്നു. കാരണം ബാബ ചെയ്യുന്നത് ഏറ്റവും ഉയർന്നതിലും ഉയർന്ന കർത്തവ്യമാണ്. ഗീതം ഈ പാപത്തിന്റെ ലോകത്തിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകൂ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. മായയുടെ വളരെ വലിയ ആർഭാടമാണ്. ഇതിൽ നിന്ന് മുഖം തിരിക്കണം. സദാ ഈ സന്തോഷത്തിൽ രോമാഞ്ചമുണ്ടാകണം. നമ്മളിപ്പോൾ പുരുഷോത്തമരാകുകയാണ്. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. 2. വിശ്വത്തിന്റെ രാജ്യഭാഗ്യം എടുക്കുന്നതിന് പവിത്രം മാത്രം ആകണം. ഏതുപോലെ ബാബ നിരഹങ്കാരിയായി പതിത ലോകത്തിൽ പതിത ശരീരത്തിൽ വരുന്നു, ഇതുപോലെ ബാബയ്ക്ക് സമാനം നിരഹങ്കാരിയായി സേവനം ചെയ്യണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഇന്ന് ലോകത്തിൽ മായയുടെ രാജ്യമാണ്, രാവണ രാജ്യമാണ്. ഇവിടെ മായയുടെ രാജ്യമാണ്, രാവണ രാജ്യമാണ്. മായ തൻ്റെ എല്ലാ തരത്തിലുള്ള ആർഭാടവും തിളക്കവും കാട്ടും. പക്ഷേ അതിൽ നാം ശ്രദ്ധ കൊടുക്കരുത്. നമ്മുടെ മുഖം മായയുടെ വശത്ത് നിന്ന് തിരിച്ചു വെക്കണം. സദാ ഓർമ്മിക്കണം, നമ്മളിപ്പോൾ പുരുഷോത്തമരാകുകയാണ്. ആത്മാവ് തന്നെ ഉയർന്ന നിലവാരത്തിലേക്ക് പോവുകയാണ്. നമ്മളെ കൊണ്ടുപോകുന്നത് ഭഗവാനാണ്. ഈ ഒരു കാര്യം ഓർമ്മിച്ച് സന്തോഷത്തിൽ രോമാഞ്ചം കൊള്ളണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, വിശ്വത്തെ ഭരിക്കുന്നതിന് തീർച്ചയായും പവിത്രമാകണം. പവിത്രം മാത്രം ആയാൽ മതി. ബാബ വളരെ നിരഹങ്കാരിയായി പതിത ലോകത്തിൽ പതിത ശരീരത്തിൽ വരുന്നു. ഇതുപോലെ നമ്മളും സേവനം ചെയ്യണം. ബാബ എപ്പോഴും പറയാറുണ്ട്, ബാബ ആജ്ഞാകാരിയായ സേവാധാരിയാണ്. അങ്ങനെയുള്ള ആജ്ഞാകാരിയായ സേവാധാരിയുടെ നാം ഒന്നുകൂടി സേവാധാരിയാണ്. അപ്പോൾ നാം വളരെ നിരഹങ്കാരിയായി സേവനം ചെയ്യണം. വരദാനം: ഒന്നിനോടൊപ്പം സർവ ബന്ധങ്ങളും നിലനിർത്തുന്ന സർവ കരകളിൽ നിന്നും മുക്തരും സമ്പൂർണ്ണ ഫരിഷ്തയും ആയി ഭവിക്കട്ടെ. ഏതുപോലെ ഏതെങ്കിലും സാധനം ഉണ്ടാക്കുമ്പോൾ അതുണ്ടായി തയ്യാറാകുമ്പോൾ കര വിടുന്നു, ഇതുപോലെ എത്ര സമ്പന്ന സ്ഥിതിയുടെ സമീപം വന്നുകൊണ്ടിരിക്കുന്നുവോ അത്രയും സർവ്വതിൽ നിന്നും കര ഒഴിഞ്ഞുകൊണ്ടിരിക്കും. എപ്പോൾ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വൃത്തിയിലൂടെ കര ഒഴിയുമോ, അതായത് ആരിലും ഒരു മമത്വവും ഉണ്ടാകാതിരിക്കുമോ, അപ്പോൾ സമ്പൂർണ്ണ ഫരിഷ്ത ആയിത്തീരും. ഒന്നിനോടൊപ്പം എല്ലാ ബന്ധവും നിലനിർത്തുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിലൂടെയാണ് അന്തിമ ഫരിഷ്ത ജീവിതത്തിൻ്റെ ലക്ഷ്യം സമീപം അനുഭവം ചെയ്യുന്നത്. ബുദ്ധിയുടെ അലയൽ തീരും. നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഹലുവ ഉണ്ടാക്കുമ്പോൾ, അത് തയ്യാറായി കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ നിന്നും കര വിടുന്നു, അതായത് അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. അതുപോലെ നമ്മൾ ആത്മാക്കളും എപ്പോഴാണോ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വൃത്തി കൊണ്ട്, മനോഭാവം കൊണ്ട് ഒഴിയുന്നത്, അതായത് ഒന്നിനോടും എൻ്റേത് എന്ന മമത്വം ഉണ്ടാകാതിരിക്കുന്നത്, അപ്പോഴാണ് സമ്പൂർണ്ണ ഫരിഷ്ത ആകുന്നത്. നാം എത്രത്തോളം സമ്പന്നമാകുന്നുവോ അത്രയും എല്ലാ കാര്യങ്ങളിൽ നിന്നും എൻ്റേത് എന്ന പിടി നാം വിടുന്നു. എല്ലാ ബന്ധവും ബാബയോട് തന്നെ വയ്ക്കുക, ഇതാണ് നമ്മളുടെ ലക്ഷ്യം. എത്രത്തോളം ഈ ലക്ഷ്യത്തിലെത്തുന്നുവോ അത്രയും അന്തിമ ഫരിഷ്ത ജീവിതത്തിൻ്റെ ലക്ഷ്യം സമീപമെത്തി എന്ന് നമ്മൾക്ക് അനുഭവപ്പെടും. ഒരു കാര്യത്തിലും ബുദ്ധി അലഞ്ഞു പോകില്ല.
സ്ലോഗൻ: സ്നേഹം ഗ്ലാനി ചെയ്യുന്നവനെയും സമീപത്ത് കൊണ്ടുവരുന്ന തരത്തിലുള്ള കാന്തമാണ്. ഓം ശാന്തി.